ഗവർണറുടെ ആസ്ഥാനമായ കവടിയാർ ലോക് ഭവനിൽ നിന്നുള്ള രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ യുവസംഗമം റാലി ആരംഭിച്ചു കഴിഞ്ഞു. ഇവരുമായി MS വീണ ചേരുകയാണ്. വീണ, എത്രത്തോളം വർണ്ണാഭമാണ് റാലി, എങ്ങനെ പുരോഗമിക്കുന്നു? KP തലസ്ഥാനത്തിന്റെ 3 ഇടങ്ങളിൽ നിന്നാണ് ഈ റാലി എത്തിയിരിക്കുന്നത്. ലോക് ഭവനിൽ നിന്നും, അതുപോലെ തന്നെ തിരുവനന്തപുരം നഗരസഭയുടെ ഭാഗത്തു നിന്നും, അതുപോലെ തന്നെ ശാസ്ത്രമംഗലം ഭാഗത്തു നിന്നും 3 ഇടത്തു നിന്നായിട്ടാണ് ഈ ഒരു റാലി വെള്ളയമ്പലം ജംഗ്ഷനിൽ സംഗമിക്കുന്നത്. ഇവിടെ നിന്നാണ് മഹാജനങ്ങളായി യുവജനങ്ങളുടെ വലിയൊരു സംഗമം അണിനിരന്നുകൊണ്ട് മാനവീയം വീഥിയിലേക്ക് എത്തുന്നത്. കുട്ടികളടക്കമുള്ളവരുണ്ട്. ദേശീയ പതാക കയ്യിലേന്തിക്കൊണ്ടാണ് ഈ യുവജനത തലസ്ഥാന നഗരത്തിൽ ഈ ഒരു സ്വാതന്ത്ര്യ ദിനത്തിൽ RSSന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ സംഗമിക്കുന്നത് എന്നുള്ളതാണ്. വരും തലമുറയിൽ ദേശീയ ബോധം ഉണർത്തുക, ദേശസ്നേഹം വളർത്തുക, സാമൂഹിക മൂല്യങ്ങൾ, അതുപോലെ തന്നെ സാംസ്കാരിക മൂല്യങ്ങൾ, അതിനവരെ പ്രതിബദ്ധരാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് രാഷ്ട്രീയ സ്വയം സേവക് സംഘത്തിന്റെ ഏറ്റവും വലിയ സംഗമം, ഏറ്റവും വലിയ തിരുവനന്തപുരം നഗരം ഇന്നേ വരെ കാണാത്ത ഒരു യുവജനങ്ങളുടെ ഒത്തുചേരലിന് അക്ഷരാർത്ഥത്തിൽ ഇന്ന് അനന്തപുരി, തിരുവനന്തപുരം നഗരം ഇന്ന് യുവജനങ്ങൾ കീഴടക്കുകയാണ് എന്നുള്ളതാണ്. നിരത്തുകളിലൊക്കെ കുരുന്നുകൾ ദേശീയ പതാകയും ഏന്തിക്കൊണ്ട് അവർ എത്തുകയാണ്. രാജ്യസ്നേഹത്തിന്റെയും ഒപ്പം തന്നെ ദേശബോധത്തിന്റെയും ചിന്ത അത് യുവജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതിൻ്റെ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ ഒരു പരിപാടി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വാദ്യമേളത്തോടു കൂടി അണിനിരക്കുന്നുണ്ട്. ഒപ്പം തന്നെ യുവതീ യുവാക്കൾ, പെൺകുട്ടികളും അതുപോലെ തന്നെ ആൺകുട്ടികളും അടക്കമുള്ളവരുണ്ട്. ഈ കുട്ടികളടക്കമുള്ളവരാണ് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് എന്നുള്ളതാണ്. ഒപ്പം തന്നെ തിരങ്കാ യാത്രയും ഇതിൻ്റെ ഭാഗമായി നടക്കുന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. നമുക്ക് കണ്ടാലറിയാം, തിരുവനന്തപുരം നഗരസഭയിലെ കൗൺസിലർമാർ അടക്കം, അതായത് വനിതാ കൗൺസിലർമാർ, യുവത്വത്തിന്റെ മുഖമായ നിരവധി വനിതാ കൗൺസിലർമാരുണ്ട് BJP. അവരൊക്കെ തന്നെയാണ് ഈ ഒരു സംഗമത്തിൽ യുവജന സംഗമത്തിന്റെ നേതൃനിരയിലുള്ളത് എന്നുള്ളതാണ്. കുട്ടികളടക്കമുള്ളവരുണ്ട്. അക്ഷരാർത്ഥത്തിൽ ഇത് അനന്തപുരിയെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യ കാഴ്ചയാണ്. ഒപ്പം തന്നെ ദേശബോധം, അത് രാജ്യസ്നേഹം വരുന്ന തലമുറയിലേക്ക് മൂട്ടി ഉറപ്പിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. ചെറിയ കുട്ടികളടക്കമുള്ളവരുണ്ട്. മാതൃകയാവുകയാണ്. അത് ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് ദേശസ്നേഹത്തിൻ്റെയും ദേശീയതയുടെയും സാംസ്കാരിക മൂല്യങ്ങളും കൈമാറുന്ന ഒരു കാഴ്ച. ആ കൈമാറുന്നതിൻ്റെ മഹത്തായിട്ടുള്ള ഒരു സംഗമം, ആ സംഗമ ഭൂമിയായി അനന്തപുരി മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കുരുന്നുകൾ അടക്കമുള്ളവരുണ്ട്. അവർ ദേശീയ പതാക ഏന്തിക്കൊണ്ട് നടക്കുകയാണ്. നിരവധി പേരാണ് ഈ ഒരു തിരങ്ക ഇതുമായി ബന്ധപ്പെട്ട്, അതായത് യുവജന സംഗമത്തിൽ പങ്കാളികളാകുന്നതെന്നുള്ളതാണ്. ത്രിവർണ്ണ ദേശീയ പതാകയുടെ നിറത്തിലുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് പോകുന്നവരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അക്ഷരാർത്ഥത്തിൽ ഇന്ന് യുവജനങ്ങൾ അത് അനന്തപുരിയെ കീഴടക്കിയിരിക്കുകയാണ്. ഒപ്പം തന്നെ ഈ മൂല്യങ്ങൾ അത് വരുന്ന തലമുറയ്ക്ക് പകർന്നു കൊടുക്കുവാനുള്ള ഏറ്റവും ഉത്തമ ഉദാഹരണമായിട്ടുള്ള ഒരു പരിപാടി തന്നെയാണ് അനന്തപുരിയിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വെള്ളയമ്പലം സ്ക്വയറിലേക്ക് അവർ തിരിഞ്ഞ് നടന്നു വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിരവധി കുട്ടികൾ ഇതിലൊപ്പം അണിനിരക്കുന്നുണ്ട്. ചെറിയ കുട്ടികളടക്കമുള്ളവരുണ്ട്, കൗമാരക്കാരുണ്ട്, അതുപോലെ തന്നെ അത്തരത്തിൽ മുതിർന്നവർ അടക്കമുള്ളവർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. വളരെ വർണ്ണാഭമായിട്ടുള്ള ഒരു പരിപാടി, ഒരു ദേശസ്നേഹത്തിനെ വിളിച്ചോതുന്ന പരിപാടി തന്നെയാണ് ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ചെറിയ കുട്ടികളടക്കമുള്ളവരുണ്ട്, ഒപ്പം തന്നെ വനിതകളടക്കമുള്ളവരുണ്ട്. ആ ദേശസ്നേഹം അത് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ തന്നെ 80ാമത് സ്വാതന്ത്ര്യ ദിന ആഘോഷ പരിപാടിയായി തന്നെ ഇത്തരത്തിലുള്ളൊരു പരിപാടി. വീണ സൂചിപ്പിച്ചതുപോലെ തന്നെ യുവസംഗമം മാനവീയം വീഥിയിലാണ് നടക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള റാലിയാണ് ഇപ്പോൾ വെള്ളയമ്പലത്ത് സംഗമിച്ചിരിക്കുന്നത്. MS വീണയാണ് വിശദാംശങ്ങൾ നൽകിയത്.